പാരീസിൽ നിന്ന് വന്ന ശേഷം അവിടുന്ന് മേടിച്ച സുവനീഴ്സും കാര്യങ്ങളൊന്നും റീഅറേഞ്ച് ചെയ്തിട്ടേ ഇല്ല. ഇന്നെന്തായാലും അങ്ങനത്തെ ഒരു ദിവസമാണ്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോ ഫ്രെയിംസിൽ ഞാൻ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസൊക്കെ ആയതുകൊണ്ട് ഇന്നെന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ പഴയ ഫോട്ടോസ് എല്ലാം എടുത്ത് മാറ്റിയിട്ട് പുതിയ ഫോട്ടോസ് എന്തായാലും എടുത്ത് വെക്കണം. അപ്പോൾ പുതിയ ഫോട്ടോസ് എല്ലാം ഈ പ്രാവശ്യം ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫ്രീ പ്രിൻസിൽ നിന്നാണേ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ സെറ്റ് ചെയ്തൊരു ഫ്രെയിമായിരുന്നു ഇതെന്തായാലും നമുക്ക് ഈ പ്രാവശ്യം മാറ്റണം. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എടുത്ത ഫോട്ടോസ് എല്ലാം ഡിഫറെൻ്റ് ആണേ. നമ്മുടെ 2 പേരുടെ ഫാമിലി ഫോട്ടോസും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഷെഫീൽഡിൽ നിന്ന് എടുത്തൊരു സെൽഫിയും പാരീസിൽ നിന്ന് എടുത്തൊരു സെൽഫിയും കൂടെയാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ പാരീസിൻ്റെ ഫോട്ടോസ് വെക്കാൻ വേണ്ടി മാത്രം എടുത്താണ്. പക്ഷേ അതിനകത്ത് ഒരു ഫോട്ടോ മാത്രമേ ചേർന്നുള്ളൂ. മറ്റേ നമ്മൾ പഴയ ഒരു ഫോട്ടോയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു സാധനം ഞാൻ തെമ്മൂന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് ജസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയുകൊണ്ടാണ് അത് മേടിച്ചത്. ഈ ഫിട്ടാർ നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പാരീസിൽ നിന്നൊന്നുമല്ല. ഈ ഒരു ഷോ പീസ് ഞാൻ പാരീസിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. സ്നോ ഗ്ലോബ് മേടിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നെങ്കിലും അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് മേടിച്ചത്. പിന്നെ ലണ്ടൻ്റെ ഷോ പീസസ് നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ഓരോ കോർണേഴ്സിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല അടിപൊളിയില്ലേ. പക്ഷേ ഇതിന് കുറച്ചും കൂടെ അത് ഹൈലൈറ്റ് ആക്കാനായിട്ട് നമ്മുടെ മറ്റേ സെൻസർ ലൈറ്റും കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചാലോ. അപ്പോൾ പഴയ വീട്ടിൽ ഞാൻ ഇത് വാർഡ്രോബിലായിരുന്നു വെച്ചത്. ഇതെന്തായാലും നമ്മുടെ ഷോ കേസിൽ ഇപ്പം അങ്ങ് വെക്കാം. അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഷോ കേസ് അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ടുള്ളത് സുവനീഴ്സാണ് കേട്ടോ. അപ്പോൾ പാരീസിൽ നിന്ന് നമ്മൾ 3 മാഗ്നറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 3 മാഗ്നറ്റ്സ് കൂടെ ആ ഒരു ചിമ്മിനിയുടെ ആ ഒരു സൈഡിലായിട്ടാണ് ഞാൻ ഈ മാഗ്നറ്റ്സ് ഒക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മാഗ്നറ്റ്സും കൂടെ അവർ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അറേഞ്ച്മെൻ്റ് എല്ലാം എനിക്കിഷ്ടമായി. നിങ്ങൾക്കിഷ്ടമായോ?